ഗുരുവായൂർ ഉത്സവം ആനയോട്ടത്തിൽ കൊമ്പൻ ബാലു വിജയിയായി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നിലായി ചെന്താമരാക്ഷൻ എന്ന കൊമ്പനും എത്തി ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ഭാഗം നമ്മൾ കണ്ടു. ഒപ്പത്തിനൊപ്പം എത്തിയ ചെന്താമരാക്ഷനും ബാലുവും ക്ഷേത്രത്തിന് ഏതാണ്ട് 100 മീറ്റർ അടുത്ത് വെച്ച് ബാലു മറികടന്നാണ് ഒന്നാമനായി എത്തിയത്. ഇവരുടെ തൊട്ടുപുറകിലായി ദേവദാസ് എന്ന കൊമ്പൻ എത്തുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. അതിൻ്റെ ബാക്കി ഭാഗം 10 ആനകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഈ ആനയോട്ട ചടങ്ങിൽ പങ്കെടുത്തത്. ഗുരുവായൂർ ക്ഷേത്രം ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ആനയോട്ടത്തിൽ പങ്കെടുത്തത് 10 ആനകളാണ്. ഈ വരുന്നത് ദേവദാസ് എന്ന് പറയുന്ന കൊമ്പനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്കറിയാം, ഉത്സവം തുടങ്ങുന്നതിന് മുൻപായിട്ട് പകൽ സമയത്ത് 3 മണിക്കാണ് ആനയോട്ടം നടക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുള്ളതും നിങ്ങളിൽ പലർക്കും അറിവുള്ളതായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രം പണ്ട് കാലത്ത് തൃക്കണാമതിലകം എന്ന ക്ഷേത്രത്തിൻ്റെ കീഴേടം ക്ഷേത്രമായിരുന്നു. അന്ന് തൃക്കണാമതിലകം ശിവക്ഷേത്രം വലിയൊരു ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രവുമായിരുന്നു. അപ്പോൾ തൃക്കണാമതിലകത്തിൻ്റെ കീഴേടമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. തൃക്കണാമതിലകം എന്ന് പറയുന്നത് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ തൃപ്രയാർ കഴിഞ്ഞിട്ടുള്ള മതിലകം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡച്ചുകാരുടെ ആക്രമണത്തിൽ ആ ക്ഷേത്രം നാമാവശേഷമാവുകയും ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും അതിനു മുമ്പുള്ളൊരു കഥ, ഒരു ഐതിഹ്യമാണ് ഗുരുവായൂർ ആനയോട്ടത്തിൻ്റെ. പിടിയാനയാണ് വരുന്നത്, ദേവിയാണ്. ഈ ആനയോട്ടത്തിലെ 3 ആളിൽ ഒരാളായിട്ട് ദേവിയാണ് വെച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം ഓട്ടത്തിൽ നിന്ന് ദേവി ഒഴിവാക്കി. അതിന് കാരണം പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ക്ഷേത്രത്തിനകത്ത് 9 പ്രദക്ഷിണവും 11 പ്രദക്ഷിണവും ഓടേണ്ടത് ദേവിയാണ്. അതുകൊണ്ടാണ് ദേവി ആനയെ മാറ്റി നിർത്തിയത്. ഇപ്പോൾ കടന്നു വരുന്നത് ആടി കടന്നു വരുന്നത് അയ്യപ്പൻകുട്ടി എന്ന കൊമ്പനാണ്. അയ്യപ്പൻകുട്ടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവസാനമായി നടയിരുത്തിയ കൊമ്പൻ അയ്യപ്പൻകുട്ടിയാണ്. അയ്യപ്പൻകുട്ടി വന്നതിന് ശേഷം മറ്റ് ആനകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. ഗുരുവായൂരിലെ അല്ലെങ്കിൽ നാട്ടിൽ നിലനിൽക്കുന്ന നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ച് ആനയെ നടയിരുത്തുന്നതിന് വിലക്കുകൾ ഉള്ളതുകൊണ്ടാണ് പിന്നീട് ആനകളൊന്നും വരാതിരുന്നത്. അപ്പോൾ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ഉത്സവത്തിന് ആനകളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും വീണ്ടും കടന്നു വരുന്നത് ദാമോദർദാസ് എന്ന് പറയുന്ന കൊമ്പനാണ്. 5ാമനായിട്ട് കടന്നു വരുന്നത് ദാമോദർദാസ് എന്ന് പറയുന്ന കൊമ്പനാണ്. അതിൻ്റെ പിന്നാലെ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന കൊമ്പൻ. ഒട്ടേറെ തവണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഓടി 1ാം സ്ഥാനം നേടിയിട്ടുള്ള ആനയാണ് ഗോപികൃഷ്ണൻ. ക്ഷേത്രത്തിൽ ആനയെ ഏൽപ്പിച്ചു ഗുരുവായൂർ ഉത്സവത്തിന്. പക്ഷേ ചില തർക്കങ്ങൾ കാരണം, അക്കാലത്തിൽ ഭരണാധികാരികൾ തമ്മിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് തൃക്കണാമതിലകത്തിന് ആനയെ അയച്ചില്ല. അങ്ങനെ രാവിലത്തെ ശിവേലി ആനയില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്സവം കൊടിയേറ്റ ദിവസം രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനയില്ലാതെ ശിവേലി നടക്കുന്നത്. മന്ദം കടന്നു വരുന്നത് ഗുരുവായൂർ നന്ദൻ എന്ന കൊമ്പനാണ്. ഗുരുവായൂർ നന്ദൻ കേരളത്തിലെ ഏറെ ആരാധകരുള്ള, ഏഷ്യയിലെ ഏറ്റവും അധികം തൂക്കമുള്ള, ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കിടമ്പേറ്റുന്ന അതിസുന്ദരനായ കൊമ്പൻ നന്ദനാണ് കടന്നു വരുന്നത്. നന്ദൻ വളരെ മര്യാദക്കാരനായിട്ടുള്ള ഒരു കൊമ്പനാണ്. ഇതുവരെ ഒരു വിധത്തിലുള്ള ട്രാക്ക് റെക്കോർഡിൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത കൊമ്പനാണ്. അപ്പോൾ അങ്ങനെ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ആനയില്ലാ ശിവേലി നടന്നു. ഉച്ച കഴിഞ്ഞ് ഒരു പറ്റം ആനകൾ കുടമണികൾ കുലുക്കി തൃക്കണാമതിലക ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ഓടിയെത്തി എന്നാണ് ഐതിഹ്യം. അതിൻ്റെ സൂചനയായിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ആനയില്ലാതെ ശിവേലി നടത്തുന്നത്. ഉച്ച കഴിഞ്ഞ് ആനയോട്ടം നടത്തുന്നത് അടിസ്ഥാനത്തിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടാന പരിപാലന ചട്ടം പാലിച്ച് പരമാവധി ആളുകളെ മാറ്റി നിർത്തി 568 ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി വിഭാഗവും പോലീസുകാരും എല്ലാം ചേർന്നിട്ടാണ് ഇത്ര സുരക്ഷാ സന്നാഹങ്ങളോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ആനയോട്ടം നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത്. ആനകളുടെ പിന്നിൽ ആളുകൾ പിന്നിലും മുന്നിലും ഓടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വടം കെട്ടി പിടിച്ചുകൊണ്ട് അവർ പരമാവധി ആളുകളെ അകറ്റി നിർത്തിയിട്ട് ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ഗുരുവായൂർ പോലീസും അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി സംവിധാനവുമായി ആനയോട്ടം നടത്തുകയുണ്ടായി. നന്ദന് പിന്നാലെയായിട്ട് കടന്നു വരുന്നത് വിഷ്ണു എന്ന കൊമ്പനാണ്. ഇപ്പോൾ വലിയ വിഷ്ണു എന്ന് പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ വലിയ വിഷ്ണു എന്നറിയപ്പെടുന്ന മികവുറ്റ കൊമ്പനാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും പിന്നാലെയായിട്ട് വിഷ്ണുവിൻ്റെ പിന്നാലെയായിട്ട് വരുന്ന ആനയാണ് ശങ്കരനാരായണൻ എന്ന ആന. ശങ്കരനാരായണൻ വലിയ ആനകളിൽ പെട്ടൊരു ആനയാണ്. കുറേ കാലമായിട്ട് ആനക്കോട്ടയ്ക്ക് പുറത്തിറങ്ങാതിരുന്ന ആനയെ കഴിഞ്ഞ വർഷമാണ് പുറത്തിറക്കിയത്. ഏതായാലും ശങ്കരനാരായണനാണ് ഏറ്റവും പിന്നിലായിട്ട്, വിഷ്ണുവിന് പിന്നിലായിട്ട് ഗുരുവായൂരപ്പനെ വണങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നത്. അങ്ങനെ ഗുരുവായൂർ 10 ആനകൾ ഇക്കുറി ആനയോട്ടത്തിൽ പങ്കെടുത്തു. വളരെ മനോഹരമായിട്ട് വിഷ്ണു ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ വളരെ ചിട്ടയോടെ, വളരെ മനോഹരമായിട്ട്, ആർക്കും ഒരു കുഴപ്പവുമില്ലാതെ എല്ലാവർക്കും ആനയോട്ടം കാണാൻ